സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി യോഗം രണ്ടാം ദിവസമായ ഇന്നും വിശദമായി പരിശോധിക്കും. പുൽവാമ സ്ഫോടനവും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് സെലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക? അവന്തിക, നിലവിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ഏതാണ്ട് സമാപിക്കാൻ പോകുന്നു. ഇന്നലെ രാവിലെയോടുകൂടിയാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം AKG ഭവനിൽ ആരംഭിച്ചത്. പ്രധാനമായും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ് കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തുന്നത്. കഴിഞ്ഞ മാസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം ഓരോ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് നൽകി. അങ്ങനെയാണ് കേന്ദ്ര കമ്മിറ്റി ഇന്ന് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. പ്രധാനമായും നമ്മൾ ലക്ഷ്യമിടുന്നത് BJPയും BJP സെക്യൂരിറ്റിയും തോൽക്കുക എന്നതാണ് എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്രത്തിലൊരു മതേതര സർക്കാർ ഉറപ്പുവരുത്തുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം. CPIMന്റെയും ഇടതുപക്ഷ ശക്തി ലോക്സഭയിൽ വർദ്ധിപ്പിക്കണം. അപ്പൊ ഇതിനടിസ്ഥാനമാക്കി വേണം ഓരോ സംസ്ഥാന ഘടകങ്ങളും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ വേണം തെരഞ്ഞെടുപ്പ് കാണാൻ എന്ന് പോളിറ്റ് ബ്യൂറോ ഒരു നിർദ്ദേശമായി നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇതിൽ അത് എന്തൊക്കെ തന്ത്രങ്ങൾ അതിനായി രൂപീകരിക്കണം, ഏതൊക്കെ രീതിയിൽ വേണം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ, ഈ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ മത്സരിക്കുമ്പോൾ സഖ്യങ്ങൾ വേണമോ, ഇതൊക്കെയാണ് കേന്ദ്ര കമ്മിറ്റി അന്തിമ തീരുമാനം എടുക്കുക. എന്തായാലും കേന്ദ്ര കമ്മിറ്റി യോഗം അല്പസമയത്തിനകം പൂർത്തിയാകും. വൈകുന്നേരം 4 മണിയോടുകൂടി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വാർത്താ സമ്മേളനവും വിളിച്ച് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കും. ശരി, വ്യക്തമാണ്. സന്തോഷ് സെല്ലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് C ദിവാകരനും മാവേലിക്കരയിൽ CPM ഗോപകുമാറും സ്ഥാനാർത്ഥികൾ. തൃശൂരിൽ രാജാജി മാത്യുവും വയനാട്ടിൽ PP സുനീറും മത്സരിക്കും. CPI സ്ഥാനാർത്ഥി പട്ടിക തീരുമാനമായിരിക്കുകയാണ്. വിവരങ്ങൾ ഷീജ നൽകും. ഷീജ, മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും അവന്തിക, ഇപ്പോഴേതായാലും CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായിരിക്കുകയാണ്. 4 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ C ദിവാകരനാണ് സ്ഥാനാർത്ഥിയാകുന്നത് LDFന്റെ. മാവേലിക്കരയിൽ CPM ഗോപകുമാർ സ്ഥാനാർത്ഥിയാകുന്നതായിരിക്കും. വയനാട് PP സുനീർ, ഒപ്പം തന്നെ തൃശൂരിൽ രാജാജി മാത്യു തോമസ്, ഇവർ 4 പേരുമായിരിക്കും CPIയുടെ സ്ഥാനാർത്ഥികൾ. ഇന്ന് രാവിലെ ചേർന്ന CPIയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇതിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇതിൽ അന്തിമ പട്ടിക തയ്യാറാക്കി അവർ സംസ്ഥാന കൗൺസിലിന് നൽകുകയായിരുന്നു. സംസ്ഥാന കൗൺസിലാണ് ഇതിന് അന്തിമ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ CPIയുടെ പൂർണ്ണമായും തയ്യാറായിരിക്കുന്നു. വെള്ളിയാഴ്ച ചേരുന്ന LDF യോഗത്തോടെ LDFന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ യോഗം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങവേ C ദിവാകരൻ ഏത് വെല്ലുവിളിയും തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ താൻ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയുള്ളതായും C ദിവാകരൻ പ്രതികരിച്ചു. CN ജയദേവനായിരുന്നു രാജാജി മാത്യു തോമസിന്റെ പേര് നിർദ്ദേശിച്ചത്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്തിനും മാനസികമായി തയ്യാറാണെന്നാണ് രാജാജി മാത്യു പ്രതികരിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് CPM ഗോപകുമാറും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും തയ്യാറായിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. CPI സ്ഥാനാർത്ഥി പട്ടിക തീരുമാനമായിരിക്കുകയാണ്. വിവരങ്ങളാണ് ഷീജ നൽകിയത്. KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പേരുകൾ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. DCCകൾ നൽകിയ പട്ടിക ചർച്ച ചെയ്തില്ല. സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള നിർദ്ദേശം നേതാക്കൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതൃത്വത്തെ അറിയിക്കാമെന്ന് യോഗത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് സമിതി യോഗം വീണ്ടും ചേരും. റിനു ചേരുകയാണ്. റിനു, KPCC യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയുടെ പേരുകളും യോഗത്തിൽ ചർച്ചയായിട്ടില്ല. മറ്റ് വിശദാംശങ്ങൾ കൂടി. അവധിക, KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളുടെ പേരുകളൊന്നും തന്നെ യോഗത്തിൽ തീരുമാനമാകാതെയും ഒപ്പം ചർച്ച ചെയ്യാതെയുമാണ് ഇപ്പോൾ യോഗം അവസാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന് DCCകൾക്ക്, അതായത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൃത്യമായി തന്നെ പട്ടിക നൽകാമായിരുന്നു. ആ നൽകിയ പട്ടിക ഒന്നും തന്നെ ചർച്ച ചെയ്യാൻ എടുത്തിട്ടില്ല എന്നുള്ളതും വളരെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള നിർദ്ദേശം ഇപ്പോൾ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് പ്രതിനിധിയെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ഒരു സമിതിയെ നേരിട്ട് അറിയിക്കാം എന്നുള്ളതാണ്. അത്തരം ഒരു അറിയിപ്പ് നേരിട്ട് കണ്ട് ഇപ്പോൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ന് തീരുമാനമാകാതെ സമിതി യോഗം പിരിഞ്ഞതിനാൽ വരും ദിവസങ്ങൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാൻ സാധ്യതയുണ്ട് എന്നാണ്. മത്സരിക്കാൻ ഇല്ലെന്നുള്ള
ഒരു തീരുമാനം ഇപ്പോൾ VM സുധീരൻ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. VM സുധീരൻ മത്സരിക്കാനില്ല എന്ന് തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. അവന്തിക. ശരി, വ്യക്തമാണ്. റിനുവാണ് വിവരങ്ങൾ നൽകിയത്. BDJS സംസ്ഥാന കൌൺസിൽ യോഗം തുടരുന്നു. തുഷാർ വെള്ളാപ്പള്ളിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ബൂത്ത് മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്ത് സമർപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സംസ്ഥാന കൌൺസിൽ അന്തിമരൂപം നൽകും. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക? അവന്തിക, പ്രധാനമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാകണം എന്നുള്ളത് സംബന്ധിച്ച തീരുമാനമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള യോഗമാണ് ഇപ്പോൾ ചേർത്തലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. NDP യോഗം വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ BDJS നേതാവുമായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. BDJS നേതാക്കളൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രാഥമികമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ആര് സ്ഥാനാർത്ഥിയാവണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറായി ചർച്ച ചേർത്തലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ചർച്ചയിലെ വിശദാംശങ്ങൾ നേതൃത്വം പുറത്തുവിടും. അതോടൊപ്പം തന്നെ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നെ സംബന്ധിച്ച് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി എന്തായാലും മത്സരങ്ങളിൽ ഒന്നും തന്നെ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തൃശൂർ മത്സരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം BJPയും അതോടൊപ്പം തന്നെ BDJSന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് BDJSന്റെ നേതൃത്വത്തിൽ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നത്. മറ്റു ചില നേതാക്കളായിരിക്കും മത്സരിക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും 3 സീറ്റുകളിൽ BDJS മത്സരിക്കുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ 8 സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും ആ 8 സീറ്റുകൾ എന്നുള്ളത് അംഗീകരിക്കാൻ BJP തയ്യാറാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ 3 സീറ്റുകളിൽ BDJS ഒതുങ്ങിയിരിക്കുന്നത്. സംബന്ധിച്ച് 3 സീറ്റുകളിൽ ആരും മത്സരിക്കുന്നു, അവരുടെ വിജയസാധ്യത, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും. ശരി, വ്യക്തമാണ്. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. BDJS സംസ്ഥാന കൌൺസിൽ യോഗം ചേർത്തലയിൽ പുരോഗമിക്കുകയാണ്. മറ്റു വാർത്തകൾ നോക്കാം. ഔദ്യോഗിക സ്ഥിരീകരണമില്ലെന്നിരിക്കെ ബാലാക്കോട്ടിൽ 250 ഭീകരർ കൊല്ലപ്പെട്ടെന്ന പ്രസ്താവനയുമായി BJP അധ്യക്ഷൻ അമിത്ഷാ. കേന്ദ്ര സർക്കാരും പ്രതിരോധ മന്ത്രാലയവും മരണസംഖ്യ സ്ഥിരീകരിച്ചില്ലെന്നിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് നേട്ടം മുൻനിർത്തിയുള്ള BJP അധ്യക്ഷന്റെ പ്രസ്താവന. ബാലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതു മുതൽ എത്ര ഭീകരർ കൊല്ലപ്പെട്ടെന്ന ചോദ്യം സജീവമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരോ പ്രതിരോധ മന്ത്രാലയമോ വാർത്താ സമ്മേളനം നടത്തിയ സൈനിക ഉദ്യോഗസ്ഥരോ മരണസംഖ്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിശബ്ദത പാലിച്ചു. അടുത്തിടെ ചേർന്ന പ്രതിരോധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർലമെന്ററി സമിതിയിലും പ്രതിരോധ മന്ത്രാലയം മരണസംഖ്യ വ്യക്തമാക്കിയില്ല. എന്നാൽ സൂറത്തിൽ നടന്ന BJP റാലിയിൽ അധ്യക്ഷൻ അമിത്ഷാ പ്രസംഗിച്ചതാകട്ടെ 250 ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന്. സർക്കാർ പോലും സ്ഥിരീകരിക്കാത്ത കണക്കുകളാണ് BJP അധ്യക്ഷൻ പാർട്ടി വേദിയിൽ പ്രസ്താവിച്ചത്. സർക്കാരിന് പോലും ഇല്ലാത്ത കണക്ക് അമിത്ഷാ പറയുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ടാണെന്ന് വ്യക്തം. ജനീവ കൺവെൻഷൻ പ്രകാരമാണ് അഭിനന്ദനെ പാകിസ്ഥാൻ വിട്ടയച്ചത്. ഇക്കാര്യം സേനാ ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ മോദിയുടെ സമ്മർദ്ദം കാരണമാണ് അഭിനന്ദനെ വിട്ടയച്ചതെന്നാണ് BJP അധ്യക്ഷന്റെ അവകാശവാദം. കഴിഞ്ഞ ദിവസം നടന്ന BJP റാലിയിൽ ദില്ലി സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരി MP സൈനിക വേഷത്തിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. അഭിനന്ദൻ വർത്തമാന്റെ ചിത്രങ്ങൾക്കൊപ്പം കൂട്ടിക്കെട്ടിയതാകട്ടെ BJP പതാകയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചുരുവിലെ പ്രസംഗം, വ്യോമാക്രമണം BJPക്ക് 22 സീറ്റുകൾ കൊണ്ടുവരുമെന്ന യെദ്യൂരപ്പയുടെ പ്രസ്താവന തുടങ്ങിയവയും BJP നടത്തുന്ന മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. വ്യോമാക്രമണത്തിന്റെ ഉദ്ദേശശുദ്ധിയെ പ്രതിപക്ഷം സംശയിക്കാത്ത സാഹചര്യമാണ് BJP മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ BJPയുടെ നീക്കത്തെ പ്രതിരോധിച്ച് പ്രതിപക്ഷ നേതാക്കളും കഴിഞ്ഞ ദിവസം മുതൽ പ്രസ്താവനയുമായി രംഗത്തെത്തി തുടങ്ങി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാലാക്കോട്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വ്യോമസേനയുടെ കയ്യിലുണ്ടെന്ന് വ്യോമസേന മേധാവി BS ധനോവ. ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് പറയാനാകില്ല. കണക്കുകൾ പറയേണ്ടത് സർക്കാരാണ്. വ്യോമസേന അക്കാര്യം പരിശോധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. The target has been clearly amplified by the Foreign Secretary in his statement. Yes. And of course, if he planned to hit the target, we hit the target. Otherwise, why would he have responded? ANI, please. If he had dropped bombs in the jungle, there's no need for him to respond. That statement will be made by the government. No, I mean, Air Force is not in a position to clarify that how many people were inside at that way. We don't count human casualties. We count what targets have we hit or not hit. Bomb damage assessment that is done post a mission calculates the number of the target you've been hit or you've not been able to hit. We can't count how many people have died. That depends on how many people were there.
കർഷകരുടെ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര മന്ത്രിസഭാ യോഗം നാളെ ചേരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി വിഷയം ബുധനാഴ്ച ചർച്ച ചെയ്യും. ബാങ്കുകൾ കാർഷിക വായ്പയിന്മേൽ മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. വായ്പയിന്മേലുള്ള മറ്റ് നടപടികളിലേക്ക് സഹകരണ ബാങ്കുകൾ നീങ്ങില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വ്യക്തമാക്കി. കാർഷിക വായ്പയിന്മേൽ ജപ്തി നടപടികളടക്കം ബാങ്കുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നത്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം പ്രത്യേകമായി തന്നെ കാർഷിക വായ്പാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. കൂടാതെ ജപ്തി നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബുധനാഴ്ച സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയും യോഗം ചേരും. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ബാങ്കുകളെ സ്ഥിതിഗതികൾ അറിയിച്ച് നിലപാട് വ്യക്തമാക്കും. ഇതിൽ ആവശ്യമായ സഹായവും ആവശ്യപ്പെടും. ബാങ്കുകൾ കാർഷിക വായ്പയിന്മേൽ മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാറും ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൃഷിക്കാരുടെ മുകളിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തിക്കഴിഞ്ഞാൽ സാധാരണപ്പെട്ട കർഷകർ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കടുങ്കൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാങ്കുകൾ മനുഷ്യത്വപരമായി പെരുമാറണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ബാങ്കുകളുടെ ഭാഗത്തു നിന്നും എല്ലാ സർഫാസി ആക്ട് അനുസരിച്ചുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കണം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ. കൃഷിക്കാരുടെ അവസ്ഥ കണക്കിലെടുത്ത് സഹകരണ ബാങ്കുകൾ വായ്പയിന്മേലുള്ള മറ്റു നടപടികളിലേക്ക് നീങ്ങില്ലെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഏതായാലും കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ കൃഷിക്കാരനെടുത്തിട്ടുള്ള കാർഷിക വായ്പകളുടെ മേൽ കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന് ഇന്നലെ തൃശ്ശൂരിൽ ചേർന്നതായിട്ടുള്ള ജില്ലാ ബാങ്ക് ജനറൽ മാനേജർമാരുടെയും അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാർമാരുടെയും സംയുക്ത മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ ശ്രമിക്കാതിരിക്കുന്ന രീതിയുണ്ട്, അത് ശരിയല്ല. കൃഷിക്കാരൻ്റെ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ നീങ്ങില്ല, അത് ഉറപ്പ്. മറ്റു ബാങ്കുകൾക്ക് നൽകുന്ന വായ്പാ ആനുകൂല്യങ്ങൾ സഹകരണ ബാങ്കുകൾക്കും നൽകണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് റിസർവ് ബാങ്കിനെയും നബാർഡിനെയും ഈ മാസം 12-ന് സന്ദർശിക്കാനും സർക്കാർ തീരുമാനിച്ചു. സഹകരണ മന്ത്രി, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രണ്ടാം സീറ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ ജോസ് കെ മാണി. 2 സീറ്റ് വേണമെന്ന ചർച്ച പാർട്ടി പൂർത്തീകരിച്ചതാണ്. UDF-ൽ നിന്ന് 2 സീറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സീറ്റ് സംബന്ധിച്ച തീരുമാനത്തിനു ശേഷം സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. അതേസമയം PJ ജോസഫ് മത്സരിക്കുമോ എന്ന പ്രഖ്യാപനത്തിന് ഉത്തരം നൽകിയില്ല. കോട്ടയം ലോക്സഭയ്ക്ക് പുറമെ ഒരു സീറ്റ് കൂടെ അത് ഇടുക്കിയിലെ ചാലക്കുടി വേണം എന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നാളെ അതിൻ്റെ ചർച്ച വീണ്ടും വെച്ചിരിക്കുകയാണ്. പാർട്ടി നേരത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഇല്ല. നമ്മൾ നേരത്തെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിനുശേഷമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ചർച്ച നടത്തുന്നത്. ദില്ലിയിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ ാകുന്ന രീതിയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ അധ്യായം തന്നെ കേരളത്തിലുണ്ടായ മഹാപ്രളയത്തെക്കുറിച്ചാണ് എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ദുരന്തത്തിൽ കേരളം ഒരു മനസ്സോടെ പ്രവർത്തിച്ചത് ഈ പഠനത്തിൽ അടിവരയിടുന്നുണ്ട്. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും പ്രത്യേകം പ്രശംസ നേടിയ ഒരു കാര്യമായിരുന്നു അത് എന്നത് നാം ഓർക്കേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്കും അവലംബിക്കാൻ കഴിയുന്ന പാഠങ്ങൾ നമ്മുടെ പല പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു എന്നുകൂടിയാണ് ഇതിൽ വിശദീകരിക്കപ്പെടുന്നത്. നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ വിലയിരുത്തുമ്പോൾ നവകേരള നിർമ്മിതി എന്ന നമ്മുടെ ലക്ഷ്യത്തെ അഭിനന്ദിക്കാനും ഈ പഠനം തയ്യാറായിട്ടുണ്ട്. അതിൽ ഗ്രന്ഥകർത്താക്കളോടുള്ള നന്ദി കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ചുരുക്കം വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ EP ജയരാജൻ 2 വാക്ക് പറയുന്നു. ദില്ലിയിൽ മുഖ്യമന്ത്രിയെ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം.
സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള മേഖലയിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. കോഴിക്കോട് മോചനയാത്രയുമായി LDF പാഴായിപ്പോയ 10 വർഷങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രചരണ ജാഥ. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ സംഘടിപ്പിക്കും. ഭൂമി അനുവദിച്ചു, അതിന് AK ആന്റണി കേന്ദ്രമന്ത്രി വന്നു. മോഹന വാഗ്ദാനങ്ങൾക്കപ്പുറം 10 വർഷമായി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ MP MK രാഘവൻ എന്ത് വികസന പദ്ധതികൾ നടപ്പാക്കിയെന്ന ചോദ്യവുമായാണ് LDF മോചനയാത്ര. പാഴായിപ്പോയ 10 വർഷങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇടതുമുന്നണി. പ്രദീപ് കുമാർ MLAയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നോർത്ത് സൗത്ത് മണ്ഡലങ്ങളിൽ ജാഥ പര്യടനം നടത്തുന്നു. പ്രചാരണത്തിന് വേണ്ടി 3 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പൈസ ചെറിയ കാര്യങ്ങൾക്ക് കൊടുത്തിട്ട് അവിടെയൊക്കെ 2 ലക്ഷം രൂപ കൊടുത്താൽ 250 ഫ്ലക്സ് ബോർഡ് വെക്കും. അതിൻ്റെ പേരിൽ അങ്ങനെയുള്ളൊരു രീതിയാണ് ഇവിടെ കണ്ടുവന്നത്. വികസന പദ്ധതികൾ പാർലമെൻറ്റ് അംഗത്തിൻ്റെ മുൻകൈയിലും നേതൃത്വത്തിലും ഉണ്ടാകേണ്ടിയിരുന്നത്, സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടിയിരുന്നത് ഒന്നും ഉണ്ടായില്ല. സംസ്ഥാന സർക്കാരിൻ്റെയും MLAമാരുടെയൊക്കെ പദ്ധതികളുടെ മുമ്പിൽ ബോർഡ് കൊണ്ടുപോയി വെക്കുകയാണ്. അതിൻ്റെ അവകാശവാദം പറഞ്ഞു. ആ രീതിയാണ്. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും മോചനയാത്ര നടക്കും. അതത് MLAമാർ നേതൃത്വം നൽകുന്ന മോചനയാത്ര MPക്ക് നടപ്പാക്കാൻ കഴിയുമായിരുന്ന പദ്ധതികളും LDF സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികളും ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാവുകയാണ് കോഴിക്കോട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 15 വർഷം നീണ്ട പാർലമെന്റ് പ്രവർത്തനത്തെക്കുറിച്ച് CPM ലോക്സഭാ പാർലമെന്ററി പാർട്ടി നേതാവ് P. കരുണാകരൻ MP രചിച്ച പുസ്തകം ദില്ലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. പ്രമുഖ നാടകരചയിതാവ് ഓംചേരി NN പിള്ള പുസ്തകം ഏറ്റുവാങ്ങി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് P. കരുണാകരൻ MPയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 15 വർഷം മുമ്പാണ് പാർലമെന്റിലേക്ക് P. കരുണാകരൻ MP എത്തുന്നത്. തുടർച്ചയായി 3 വട്ടം കാസർഗോഡ് ജനത P. കരുണാകരനെ ലോക്സഭയിലേക്ക് അയച്ചു. അന്നു മുതൽ ഇന്നുവരെ പാർലമെന്റിൽ നടത്തിയ സുദീർഘമായ പോരാട്ടം വിവരിക്കുകയാണ് ഇൻ ഡിഫൻസ് ഓഫ് ഡെമോക്രസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന പുസ്തകത്തിലൂടെ കരുണാകരൻ MP. ദില്ലിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമുഖ നാടകരചയിതാവ് NN പിള്ളയ്ക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. MA ബേബി അധ്യക്ഷത വഹിച്ചു. ഈ കാസർഗോഡ് ഭാഗത്തുള്ള മറാത്തി എന്ന് വിളിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ വിഷയം യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ഒരു ആനുകൂല്യം ദീർഘനാടായി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. എന്നാൽ തുടർച്ചയായ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് അതിലൊരു തീരുമാനത്തിലെത്തുന്നതിനിടയാക്കിയത്. ഓരോ പാർലമെന്റ് കാലഘട്ടം കഴിയുമ്പോഴും പുസ്തകം എഴുതാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് എല്ലാ ഘട്ടങ്ങളും സമഗ്രമാക്കി ഇംഗ്ലീഷിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതെന്ന് P. കരുണാകരൻ MP പറഞ്ഞു. കായിക വാർത്തകൾ. സംസ്ഥാനത്തെ കർഷക ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്